ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ തിങ്കളാഴ്ച ലോക്സഭയിൽ അവതരിപ്പിച്ചേക്കും. ഭരണഘടന 129 ഭേദഗതി ബിൽ കേന്ദ്ര ഭരണ പ്രദേശം നിയമ ഭേദഗതി ബില്ലും ലിസ്റ്റ് ചെയ്തേക്കും. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ബിൽ അവതരിപ്പിക്കുക. ഇപ്പോൾ വിവരങ്ങളും വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സിബി ജോസഫ് ചേരുന്നു. സിബി, ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പാർലമെൻറ്റിലേക്ക് എത്തുന്നത്. വലിയ പ്രതിഷേധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ആണ് പുറത്തും അകത്തുമൊക്കെ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങളായി പാർലമെൻറ്റിൽ നിന്നുള്ള? അജിംഷദ്, തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പെല്ലാം നിലയും ഒറ്റത്തവണയായി നടത്തുന്ന ഒരു ബില്ലാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ രാഷ്ട്രപതി കൂടിയായ രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് പൂർത്തിയാക്കി കേന്ദ്രമന്ത്രിസഭയ്ക്ക് കൈമാറുകയും കേന്ദ്രമന്ത്രിസഭ അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ബില്ല് ഉടൻ തന്നെ നടപ്പാക്കാനുള്ള ഒരു നീക്കത്തിലാണ് BJP. പ്രത്യേകിച്ച് BJPയുടെ ഒരു പ്രകടന വാഗ്ദാനം കൂടിയായിരുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള ആശയം. ഈ RSS നയം കൂടി ഇപ്പോൾ നടപ്പാക്കാൻ ഒരുങ്ങിയാണ് BJP. എന്തായാലും ഈ ശീതകാല സമ്മേളനത്തിൽ തന്നെ അടുത്ത ആഴ്ചയോടെ ലോക്സഭയിൽ ഈ ബില്ല് നിയമമന്ത്രി അർജുൻ മേഘ്വാൾ അവതരിപ്പിക്കും എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതോടൊപ്പം തന്നെ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബില്ല് അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ഏകദേശം 18ഓളം ചില നിയമങ്ങളുടെ നിയമ ഭേദഗതി കൂടി ആവശ്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർട്ടിക്കിൾ 82, 83, 172, 327 എന്നിങ്ങനെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ചില നിയമ ഭേദഗതി ബില്ലും 129 ഭരണഘടന ഭേദഗതി ബില്ലും ഉൾപ്പെടെ എല്ലാ നിലയും കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 2034 ശേഷമായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു 2034 പ്രാബല്യത്തിൽ വരുന്ന രീതിയിലായിരിക്കും ഈ ഒരു നിയമം കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും 2029 ലോക്സഭ ഇലക്ഷൻ ശേഷം മാത്രമായിരിക്കും ഈ ഒരു ബില്ല് പ്രാബല്യത്തിലാകുക. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപക്ഷെ JPC അന്വേഷണത്തിലേക്ക് എല്ലാം തന്നെ JPCയുടെ പരിശോധനയ്ക്ക് എല്ലാം തന്നെയും വിധേയമാക്കിയ ശേഷമായിരിക്കും ഈ ഒരു ബില്ല് വരാൻ പോകുക. എന്തായാലും ശക്തമായി ഈ ഒരു ബില്ലിനെ എതിർക്കുമെന്ന് പ്രതിപക്ഷം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. പ്രത്യേകിച്ച് ഫെഡറൽ സംവിധാനങ്ങളെല്ലാം തന്നെയും തകർക്കുന്ന ഒരു ബില്ലാണ് ഇതെന്നും ചൂണ്ടിക്കാട്ടുകൊണ്ട് നേരത്തെ തന്നെ CPIM അടക്കമെല്ലാം തന്നെയും രംഗത്ത് വന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ലോക്സഭയിൽ ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും വലിയ ഒരു പ്രതിഷേധം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതോടൊപ്പം തന്നെ പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ അടക്കം അനുമതി അല്ലെങ്കിൽ അംഗീകാരം വേണം ഈ ഒരു ബില്ല് കൊണ്ടുവരാൻ. അതുകൊണ്ട് തന്നെ ഇത് തിടുക്കത്തിൽ കൊണ്ടുവരാൻ കഴിയില്ല. പക്ഷേ നിരവധി പ്രൊസീജിയേഴ്സ് ഉണ്ടെങ്കിലും അതിൻ്റെ ഭാഗമായി ആദ്യമായി ലോക്സഭയിൽ ഈ ബില്ല് അവതരിപ്പിക്കുക എന്നൊരു ലക്ഷ്യമാണ് ഇപ്പോൾ BJP തയ്യാറെടുക്കുന്നത്. ഈ തിങ്കളാഴ്ച തന്നെ ഈ ലോക്സഭയിൽ നിയമമന്ത്രി അർജുൻ മേഘ്വാൾ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബില്ല് അവതരിപ്പിച്ചേക്കും. അജിംഷാദ്. ശരി, സിബി ജോസഫാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.